ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. തണുപ്പുള്ള സമയത്ത് സപ്പോർട്ടിങ് അമ്മ, ഞാൻ സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അമ്മ, ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ തണുപ്പുള്ള കാലത്ത് എല്ലാവർക്കും ചൂടുള്ള ഉമ്മ നൽകി കഴിഞ്ഞു. ഇനി ചൂടായിട്ടുള്ള പാചകത്തോടു കൂടി അമ്പുജമ്മ കിടക്കുകയാണ്. ഒരു വെണ്ടയ്ക്ക് ചക്കക്കുരു വെണ്ടയ്ക്കും എൻ്റെ നാടൻ സംഭവങ്ങൾ. എന്തൊക്കെയാണ് നമ്മുടെ കോമ്പിനേഷൻ എന്നൊരു പിടിയില്ല. അപ്പൊ ഇതാണ് സാധനങ്ങൾ. ചെറിയ ഉള്ളി ഇങ്ങനെ മുഴുവൻ, ചെറിയ ഉള്ളി തന്നെ ചെറുതാണല്ലോ, പിന്നെ അത് മുഴുവനായിട്ട് ഇങ്ങനെ എവിടെ എണ്ണൊന്നും വേണ്ട, വിശ്വാസമുണ്ട്. നീ ചോദിക്കുന്നതിന്റെ പിന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളി പേസ്റ്റ് ചെയ്തത്, പിന്നെ മല്ലിയും മുളകും മഞ്ഞളും കൂടി അരച്ചത്, വേറെ ഒന്നുമില്ല. പിന്നെ കൊടംപുളി, ഒരു കൊടംപുളിയുടെ കഷ്ണം വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരപ്പാൽ. ആ മറ്റേ തക്കാളി പേസ്റ്റ് ഇല്ലേ, അത് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ തന്നുകൊണ്ട് സംസാരിക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടും കറിവേപ്പില, കുറച്ച് കായം, ഉലുവ, കടുക്, എണ്ണ. അത്ര വേണ്ടു, സിമ്പിൾ. അതന്നെ, കുറച്ച് മതി. എത്ര ഉണ്ടെങ്കിലും മനുഷ്യന് അത്രേ വേണ്ടു എന്ന് ആരും പറയില്ല. അത് പറയണ തന്നെ വലിയ കാര്യമാണ് കേട്ടോ. പോരാ 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 എന്ന് മനുഷ്യന്മാർ പറയുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോ അമ്മ ഈ അടുക്കളയ്ക്ക് വന്നത് എന്തിനാ പാചകം ചെയ്യാനല്ലേ? അത് തുടങ്ങും അമ്മ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ്ട്. അങ്ങനെ അല്ല ഞാൻ എന്താ പറയണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ മറക്കുകയാണ്, ഇവിടെ ഒരു വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കുകയാണ്. അമ്മ ഒഴിച്ച കറക്റ്റ് ആയിരിക്കും, 1.5 സ്പൂൺ ആയിരിക്കും. പക്ഷെ സ്പൂൺ ഏതാന്ന് പറയാൻ പറ്റില്ല. കുറ്റം പറയാൻ വേണ്ടി വരുന്ന ആളാണെന്നോ? അങ്ങനെയും പറഞ്ഞോ? അപ്പോൾ ഞാൻ അമ്മ ഈ മനുഷ്യനുണ്ടല്ലോ, ഇപ്പൊ അമ്മയടക്കം മനുഷ്യരിൽ പെടുമല്ലോ. അപ്പൊ അതാണ് ഞാൻ പറയണത്, മനുഷ്യൻ അങ്ങനെ വെച്ചാൽ ഞാനും അമ്മയൊക്കെ മനുഷ്യരിൽ പെടുകയാണെങ്കിൽ ഈ മനുഷ്യൻ എന്താ അങ്ങനെ ഒരു സംശയം പെടുകയാണെങ്കിന്ന് ആണല്ലോ. അല്ല, അമ്മേനെ എന്നെയും കൂട്ടിയിട്ടാ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കമ്മ, ഈ സെൻസിറ്റീവ് മൈൻഡ്, എല്ലാത്തിലും ചഞ്ചല മനോഭാവം എന്ന് വെച്ചാ ഇപ്പൊ അമ്മ ഒരു തുണിക്കട കയറി, അവിടെ സാരികൾ കാണുമ്പോ അല്ല വിചാരിക്കുക, ഓ തമാശ കേക്കോ, ഇത് വിചാരിക്കുക. വിചാരിച്ചിട്ട് അമ്മ ഒരു സാരി പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഒരു 10-12 സാരി നോക്കിയിട്ട് ഒരു സാരി പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്ത് അല്ല കേക്കോ, അത്ര പറഞ്ഞാൽ മതി, നമുക്ക് 101 പറയണ്ട. കടുകിടും. എന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പുറത്ത് വരുന്ന സമയത്ത് അതെന്താ, ഉലുവ പുറത്ത് വരുന്ന സമയത്ത് മനസ്സിന് വീണ്ടും ഒരു തോന്നൽ, അതാണ് ചഞ്ചല മനോഭാവം. എങ്ങനെ അറിയോ? ദൈവമേ, ഇതിനെക്കാളും നല്ലത് ഞാൻ നേരത്തെ എടുത്ത സാരി ആയിരുന്നോ? അതാണോ മോനെ ഇതിനെക്കാളും നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊന്ന് മാറ്റണോ? ഇല്ലേ? അപ്പൊ മനസ്സിന്റെ ഒരു സ്ഥിരത കുറവ് അവിടെ ഉണ്ട്, എന്തൊരു കാര്യത്തിലും ഉണ്ടാവില്ലേ? അതെ, ഇത് അപ്പൊ ചെറിയ ഉള്ളി, പച്ചമുളകും, കറിവേപ്പില. ഇതെന്താ എത്രത്തോളം ഇതാവണത്? ഇപ്പൊ നോക്കൂ, ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണ് അവനവന് ഇഷ്ടപ്പെട്ട പോരെ. അപ്പൊ അടുത്തുള്ള ഒരു സുഹൃത്തിനെ കൊണ്ടുപോയിട്ട് അവനോട് ചോദിക്കും, എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടമായിട്ടുണ്ടോ ചോദിച്ചു. ആരാ കെട്ടാൻ പോണത്? ചെക്കനല്ലേ. എന്തിനു ചെക്കൻ്റെ കൂട്ടുകാരന് ഇഷ്ടമാവേണ്ട ആവശ്യം? അപ്പൊ എന്താണ് അവിടെ സംഭവം? നമുക്കൊരു ഉറപ്പില്ല എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഒരു ചഞ്ചല മനോഭാവം. നമുക്ക് അയ്യോ ഇത് ശരിയാണോ, അവൻ്റെ അഭിപ്രായം കൂടി ഇന്ന് ചോദിക്കണം അല്ലേ? അങ്ങനെ അഭിപ്രായം ചോദിക്കേണ്ട മനുഷ്യരൊന്നും ചെയ്യാറില്ല. ഇനി ഉദാഹരണത്തിന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മകനോ മകൾക്കോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടാണോ അസുഖം ഉണ്ടെന്നോ അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും പള്ളിയിൽ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് പറയുകയാണ്, അതെ പെട്ടെന്ന് കാര്യം നടക്കണമെങ്കിൽ ഇന്ന് അമ്പലത്തിൽ പൊക്കോളൂ കേട്ടോ എന്ന് പറയും. അപ്പോൾ അമ്പലത്തേക്ക് പോകാൻ മൂപ്പര് തീരുമാനിക്കും. അങ്ങനെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കും. അവിടെ ഒരാൾ വന്നിട്ട് പറയും, അതെ ഇന്ന സ്ഥലത്ത് ഒരു ആചാര്യരുണ്ട്,
അവിടെ പോയിട്ടൊന്ന് ഊതിച്ചാൽ മതി, നിങ്ങളുടെ കാര്യമൊക്കെ ശരിയാവും പറയും. അപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിനുള്ളതേ ഉള്ളൂ, പാകത്തിന് ഇട്ടതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവത്തിനോട് പോലും നമുക്കൊരു സ്ഥിരതയില്ല എന്ന് വെച്ചാൽ ചഞ്ചല മനോഭാവം. ഇതാണോ ശരി, അതാണോ ശരി, എവിടെയാണ് എൻ്റെ സ്പീഡായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എവിടെയാണുള്ളത്? അമ്പലത്തിൽ പോകണോ, പള്ളി പോകണോ, അപ്പുറത്ത് ഹാജിയുടെ അടുത്ത് പോകണോ, അവിടെ ഊതിച്ച് വല്ല ചരട് കെട്ടണോ, അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളുമുണ്ട്. മനുഷ്യൻ ഒരു കാര്യത്തിനും സ്ഥിരത പറഞ്ഞൊരു സംഭവമില്ല. ഉണ്ടോ? ഇപ്പം അമ്മയ്ക്ക് തന്നെ ഞാൻ ജനിക്കുമ്പോൾ പെൺകുട്ടി ജനിക്കണം എന്നായിരുന്നു, അത് മിസ്റ്റേക്കായിട്ട് ആൺകുട്ടി ജനിച്ചു. അല്ല, ഒരു ചഞ്ചല മനോഭാവം. പെണ്ണ് വേണം, ആണ് വേണം, പെണ്ണ് വേണം, അല്ലല്ല അങ്ങനെയല്ല, പെണ്ണ് വേണോ, ആണ് വേണോ, ആണ് വേണോ, പെണ്ണ് വേണം. അമ്മയ്ക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു. ആരെങ്കിലും വന്നിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചോളൂ, ഏത് കുട്ടി വേണമെന്ന് ആഗ്രഹം ചോദിക്കുകയാണെങ്കിൽ അമ്മ പറയും പെൺകുട്ടി. കുറച്ച് കഴിഞ്ഞാൽ പറയും അല്ല ആൺകുട്ടി ആയാലോ, അല്ലെങ്കിൽ പെൺകുട്ടി ആയാൽ മതി. അതുപോലെ തന്നെ ഇപ്പം അമ്മയുടെ കാര്യവും, ഇപ്പം അച്ഛൻ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാവും, പെണ്ണ് കണ്ടിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായോ ചോദിക്കണേക്കാളും മുമ്പ് അമ്മ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും, നിനക്ക് ഇഷ്ടമായടി? നമ്മുടെ കൂട്ടുകാരെയല്ലല്ലോ അച്ഛനെ കല്യാണം കഴിക്കുന്നത്, അമ്മയാണല്ലോ. അതാണ് മനസ്സിൻ്റെ ചഞ്ചലത എന്ന് വെച്ചാൽ. ഒരു സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി, അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് മേടിച്ചു, അമ്മ ചിക്കൻ ബിരിയാണി മേടിച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ അമ്മയ്ക്ക് തോന്നുകയാണ്, ഞാനും കൂടി ഫ്രൈഡ് റൈസ് മേടിച്ചാൽ മതിയായിരുന്നു ഇല്ലേ? അപ്പോൾ അമ്മ എന്ത് ചെയ്യും? എൻ്റെ ഫ്രൈഡ് റൈസ് തട്ടിപ്പറിച്ചിട്ട് പകുതിയാക്കും. ബിരിയാണി അങ്ങോട്ട് പകുതി വരും, ഫ്രൈഡ് റൈസിൻ്റെ പകുതി വരും. അപ്പോൾ മനുഷ്യൻ എന്തിലാണ് ഈ ചഞ്ചല മനോഭാവം ഇല്ലാത്തത്? എല്ലാത്തിലും ഉണ്ട്. ഒന്നിലും ഒരു തൃപ്തി മുഴുവനായിട്ട് അങ്ങോട്ട് ഇല്ല. ഒന്ന് കഴിച്ചിറങ്ങുമ്പോൾ തോന്നും ഇത് കഴിക്കേണ്ടതെന്നില്ല, അത് കഴിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ ചിലർ പഠിക്കുമ്പോഴും തോന്നും, പഠിക്കുമ്പോൾ ആളൊരു ലക്ഷ്യം വെക്കും, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന്. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തോന്നും, മക്കൾക്കും തോന്നും, എൻ്റെ മകൻ ഡോക്ടറിന് പഠിച്ചാൽ മതിയായിരുന്നു, MBBS പഠിച്ചാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ ഇല്ലാതെ വളരെ കുറവാണമ്മ. ഒരേ ബോധലക്ഷ്യത്തോടെ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഇന്ന തന്നെ ആവണം, ഇന്നതായാൽ എനിക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരില്ല എന്നല്ല പറയണത്. പക്ഷേ മിക്കവാറും അപ്പോൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം അവിടെ ഇടയ്ക്കിടയ്ക്കുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ 2 ഓപ്ഷനുകൾ ഉണ്ടായിക്കൊണ്ടേ ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, അപ്പോൾ തന്നെ നമ്മൾ ശത്രു ആക്കണോ അല്ലെങ്കിൽ വേണ്ട, അവനങ്ങോട്ട് മിത്രനാക്കിയല്ലോ, ഇത് 2 നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ടാവും. മനുഷ്യൻ്റെ ഓരോ സിറ്റുവേഷനിലും ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടേ ഉണ്ടാവില്ലേ? അമ്മക്കിപ്പോൾ എന്നെ ചീത്ത പറയണമെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ചീത്ത പറയണോ വേണ്ടേ നമ്മൾ പക്ഷെ ആലോചിക്കുമോ? അപ്പോൾ ചീത്ത പറയണമെന്ന് ഉറപ്പിച്ച പിന്നെ രക്ഷയൊന്നുമില്ല, അമ്മ ഭദ്രകാളിയാവും, അത് വേറെ കാര്യം. പക്ഷെ അത് 2 പ്രാവശ്യം ചിന്തിക്കുകയോ, ഇതിന് പിന്നെ ചീത്ത പറയണം, അത് ഇനിയൊരു ഇതിനെക്കാട്ടിലും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ചീത്ത പറഞ്ഞാൽ മതിയോ? ആണോ അല്ലേ? അങ്ങനെയുള്ള ചിന്ത മനോഭാവങ്ങൾ വരുമോ? ഇതിനനുസരിച്ച് ഒരു കഥ വരുമോ? ഒരു കഥ പറയാൻ പറ്റുമോ? കഥ പറയും അമ്പുജാക്ഷി അല്ലേ? അപ്പോൾ എല്ലാത്തിലും ഒരു സെൻസിറ്റീവ് മൈൻഡ്, ഒരു ചഞ്ചല ഹൃദയം. നമ്മളങ്ങനെ സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് അതല്ല, ഒരു ചഞ്ചല ഹൃദയം ഉണ്ടാവും. അത് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും, എന്തിനു വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോഴും, ഒരു നല്ല വസ്ത്രം ധരിച്ചൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ 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 ചഞ്ചല മനസ്സായിരിക്കും. ഇത് ഉടുത്താൽ ശരിയാവോ ഏട്ടാ, ഇത് ഉടുത്താൽ ശരിയാവോ ചേച്ചി? അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മക്കളോടും വന്ന് ചോദിക്കും ഇത് എടുത്താൽ ശരിയാവോ എന്ന്. അവസാനമാണ് അവർക്ക് തന്നെ ഒരു ഉറപ്പ് വരെ ഇത് എടുത്താൽ ശരിയായിട്ടുണ്ടെന്നുള്ളത് അല്ലേ? അതിലേറ്റവും കൂടുതൽ ചഞ്ചലത ആർക്കാണ്? സ്ത്രീകൾക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം അലമാരയിലുള്ള 4 സാരി എടുത്ത് പുറത്തേക്ക് ഇടും, എന്നിട്ട് അതിന് മാച്ചിങ് ബ്ലൗസൊക്കെ എടുത്ത് അവിടെ വെക്കും. വെച്ചതിന് ശേഷം ആദ്യം ഭർത്താവിനോട് ചോദിക്കും ഇതെങ്ങനെയുണ്ട് ഏട്ടാ, നന്നായിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ അതിനെക്കാളും അതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതാണോ നല്ലത്? അപ്പോൾ ഒരാളും കൂടി വിളിക്കും, അതെ മോനെ മോളെ ഒന്നും ഇങ്ങോട്ട് വരൂ, ഈ ഡ്രസ്സിൽ ഏതായിരിക്കും നല്ലത് ഒന്ന് നോക്കിയിട്ട് പറയട്ടോ. അതെന്താ അമ്മയ്ക്ക് ഏതാ ഇഷ്ടം? എനിക്കിഷ്ടമായത് മഞ്ഞയാണ്, അച്ഛന് ചുവപ്പാണ്, അപ്പോൾ മകള് പറയും പച്ചയാണെന്ന്. അപ്പോൾ പിന്നെ ഇരുന്നാലോക്കും ഇതിലേതാണ് നല്ലതെന്ന്. എന്നിട്ടൊന്നും എടുത്തിട്ടാണ് മനുഷ്യൻ വരുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ അവന് ബുദ്ധി എന്ന് പറഞ്ഞ വന്ന കാലം മുതൽ, ബുദ്ധി എന്നൊക്കെ നമ്മൾ വെറുതെ പറയും കേട്ടോ, ഒരേ ഒരു ബുദ്ധി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനും ഇല്ല. എല്ലാവരും ഇങ്ങനെ ചഞ്ചല മനോഭാവം. ഇതാണോ നല്ലത്, അതാണോ നല്ലത്? അവസാനം നല്ലത് അവിടെ വെച്ചിട്ട് പൊട്ട കൊടുത്തിട്ട് പോവുകയും ചെയ്യും. ചിലർ ആരുടെ വാക്കും കേൾക്കില്ല, എനിക്ക് ഇതന്നെയാണ് നല്ലത് വന്നിട്ട് ഇതന്നെ എടുത്തിട്ട് പോകും. അപ്പോൾ മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ഈ നല്ലത് അതാണോ ഇതാണോ നമ്മൾ തീരുമാനം എടുക്കാൻ കാണുന്നില്ല, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ അല്ലേ? ഇപ്പോൾ ഇതെന്തായി? അപ്പോൾ ഈ വെണ്ടയ്ക്ക വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത് എല്ലാ വെണ്ടയ്ക്കും വാട്ടേണ്ട ആവശ്യമില്ല അമ്മ പറയാറ്. വെണ്ടയ്ക്ക ചിലതിലിടുമ്പോൾ വാട്ടണം, പക്ഷെ ഇതിൽ വാട്ടണ്ട, ഇത് ചതച്ചുകൊണ്ടിരിക്കില്ല, വേണ്ട വാട്ടില്ല. അപ്പൊ തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പാടില്ല. തിളയ്ക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഇതാക്കി തിളയ്ക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക അങ്ങനെ ഇട്ട് കൊടുക്കും. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു.
എന്നിട്ട് അടച്ചു വെക്കും. അപ്പം ഞാൻ പറഞ്ഞതിന് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ പറഞ്ഞാൽ ഈ ഒരു സ്ഥിരതയില്ലായ്മ ഇതാണോ ശരി അതാണോ ശരി എന്നൊരു ചോദ്യം എല്ലാ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഉണ്ടാവേണ്ട മനുഷ്യരുണ്ടാവുന്നത് കുറവാണ്. അതൊന്നുമില്ലാത്ത മനുഷ്യരാണെങ്കിൽ പിന്നെ അവനൊക്കെ പറയാം ഭയങ്കര ബുദ്ധിശാലിയാണ്, അവൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നല്ല ഉഷാറുണ്ട്, അവൻ തീരുമാനിച്ച പോലെ തന്നെ ഒറ്റ തീരുമാനമുള്ളൂ, ആ തീരുമാനത്തിൽ തന്നെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ സാധിക്കാൻ അങ്ങനെ കണ്ടുമുട്ടാൻ കുറച്ച് ആൾക്കാർ കുറവാണെന്നാണ് എൻ്റെ ചിന്ത. അല്ലേ? പറയല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു നാട്ടിലൊരു രാജാവും റാണിയുണ്ട്. ഇപ്രാവശ്യം ഒരു പുതുമയുണ്ട്, റാണിയുണ്ട്. അല്ല, രാജാവിന്റെ ഒപ്പം മന്ത്രിയും പിന്നെ ആരാണ്? പിന്നെ വേറെ മഹർഷികളൊക്കെയാണ് വരാറ്. ലവ് സ്റ്റോറി മന്ത്രി സേനാപതി ഒക്കെ ഉണ്ടാവും. മൂക്ക് പറഞ്ഞു പോകാണ്ട് തുടക്കി. ഇനി ബാക്കി കാറോ എന്തറിയോ, ഒരു രാജനും റാണിയും. അപ്പൊ അവര് ഭയങ്കര സ്നേഹമാണ്. അതായത് അന്യോന്യമായി ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാൾ വിട്ടുപിരിയാൻ പറ്റാത്തത്ര സ്നേഹം. അവര് കല്യാണം കഴിഞ്ഞ അപ്പം തൊട്ടുള്ള ആ ഒരു പ്രണയം, സ്നേഹം, എന്താ പറയാ, അത്ര അന്യോന്യതയിൽ ജീവിക്കുക. ഭാഗ്യ ജോഡികള്, നല്ലൊരു ഭാഗ്യം ചെയ്ത ദമ്പതികൾ. അപൂർവം കുറെ വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അത് അത്രയും സ്നേഹത്തിനുണ്ടാവുമ്പോ ആയിണ്ടാവും. അവർ നല്ല ദമ്പതികൾ. ഓക്കെ, ആയിക്കോട്ടെ. അത്രയും വർഷം സ്നേഹത്തിനെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ദമ്പതികളാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവർ നല്ല ദമ്പതികൾ. ഓക്കെ, തീരുമാനിച്ചു. അസമയത്തല്ല, അങ്ങനെ ഇരിക്കുമ്പോ ആ റാണിക്ക് ഒരു രോഗം വന്നു. അതായത് കൂടുതൽ സ്നേഹിച്ച രോഗം വരും. ആയിക്കോട്ടെ, ചികിത്സിച്ചാ മാറില്ല. ഞാൻ പറയാം ഇതിന്റെ ഞാൻ പറയാം. എനിക്കൊരു സംശയമുണ്ട്. ഈ രാജാവ് സ്നേഹിച്ച റാണിനെ കൊല്ലാൻ വേണ്ടിട്ടാണോ? അപ്പൊ നല്ല കഥയാണല്ലേ? നല്ല കഥ. രോഗം വന്നത് അല്ല, അമ്മ അങ്ങനെ പറഞ്ഞല്ലോ. അല്ല, ഒരുപാട് സ്നേഹിച്ച് രോഗം വന്നു പറഞ്ഞില്ലേ? അങ്ങനെ ജീവിക്കുന്ന സമയത്ത് റാണിക്ക് അങ്ങനെ ഒരു രോഗം വന്നു. അപ്പൊ ആ അനാരോഗ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. രാജാവിന്റെ രാജാവിന് പിന്നെ എങ്ങനെ വേണമെന്ന് ചികിത്സിക്കാമല്ലോ. അങ്ങനെ എല്ലാം നോക്കിയിട്ടും റാണി ജീവിക്കില്ല എന്നുള്ള രീതിയായപ്പോ പിന്നെ റാണി മരിച്ചുപോയോ? റാണി മരിച്ചു. ഇതെന്താ തുടക്കം തന്നെ റാണി മരിക്കണത്? ഇത് കുറെ വർഷങ്ങളുടെ കഥയുടെ റാണിനെ സ്നേഹിക്കാനുള്ള സമയം കൂടി രാജാവിന് കിട്ടിയില്ല, മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞ് അവര് കല്ലറയിലൊക്കെ വെക്കില്ലേ, ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അത് വെക്കും, റാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. അങ്ങനെയാണ് രാജാക്കന്മാരുടെ ഒരു ഇത്. അപ്പൊ ആ റാണി മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വന്നിട്ടുണ്ടാവും. റാണിക്ക് ഉറപ്പുണ്ട് രാജാവ് മരിക്കണം. അല്ലടാ, റാണി മരിക്കുന്ന ഉറപ്പുണ്ട് റാണിക്ക്. എന്തൊക്കെ ചികിത്സിച്ചിട്ട് ഇത്രയും മാറുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും മരിക്കും. അപ്പൊ രാജാവിനോട് പറയും, നിങ്ങളും മരിക്കണം. എനിക്ക് വസ്ത്രമില്ലേ, നല്ല എന്റെ ശവടക്ക് കഴിക്കുന്ന സമയത്ത് എന്റെ കല്ലറയില് ഒരു ആൾക്കാരും കണ്ടാൽ നമുക്കൊരു തോന്നൽ വരില്ലേ, എന്ത് നല്ല വസ്ത്രം, അങ്ങനെ തോന്നില്ല. പെട്ടെന്ന് ഒരു നോട്ടത്തിൽ തന്നെ മനസ്സിലായി, എവിടെയും കണ്ടിട്ടില്ല, എന്തൊരു നല്ല വസ്ത്രം. നമ്മുടെ പറയില്ലേ, എത്ര നല്ല സാരിയില്ലേ, എന്ത് രസ, അങ്ങനെ പറയില്ലേ. അങ്ങനെയുള്ള ഒരു വസ്ത്രം എനിക്ക്, അങ്ങനെയുള്ളൊരു ഡ്രസ്സ് എനിക്ക് വേണം, ഇതിൽ വെക്കണം. അപ്പൊ രാജാവ് റാണി മരിച്ചു കഴിഞ്ഞപ്പോ ആ ഇതിനു വേണ്ടിട്ട് അതെങ്ങനെ കല്ലറയിൽ മടക്കി വെക്കണം, അത് അവർ ഉടുപ്പിക്കണം. ആയിക്കോട്ടെ, ചത്താടും ചവഞ്ഞി എടുക്കണം പറയില്ല, അതുപോലെ. അത് നല്ല കാര്യമാണ് കേട്ടോ. നമ്മൾ അപ്പഴും ശരി. അപ്പൊ അവര് അത് രാജാവ് അപ്പൊ ഈ നെയ്ത്തുകാരെ എല്ലാം ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന അന്നത്തെ ആൾക്കാരില്ലേ, അവരെല്ലാം ആ നാട്ടിൽ വിളംബരം ചെയ്തു. ഇങ്ങനെ ആരാണോ അതുപോലെയുള്ളൊരു ഡ്രസ്സ് കൊണ്ടുവരിക, ഏറ്റവും നല്ലത് അവർക്ക് പാരിതോഷികമോ എന്തൊക്കെ കുറെ പാരിതോഷികങ്ങളും ഒക്കെ വിളംബരം ചെയ്തു. അപ്പൊ എല്ലാവരും ഡ്രസ്സ് നെയ്ത് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ആ നാട്ടിലെ ഒരു യുവകൻ, ഒരു ചെറുപ്പക്കാരൻ, അവനും ഒരു ഡ്രസ്സൊക്കെ ഭയങ്കര ശ്രദ്ധയോടെ നെയ്ത് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ എല്ലാവരും വരുന്ന സമയത്ത് ഇയാളുടെ കൂടെ ഒരു വയസ്സായ ആള് പരിചയപ്പെട്ടു. കുറെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോ വരികയല്ലേ. അപ്പൊ പരിചയപ്പെട്ടപ്പോ അയാൾ കുറച്ച് പ്രായമായ ആളാണ്.
അപ്പോൾ സംസാരിച്ചു. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ. കുറച്ച് ദൂരം ഉണ്ടല്ലോ ഈ രാജധാനി വരണമെങ്കിൽ. അപ്പോൾ അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ നിങ്ങളുടെ എവിടെയൊക്കെയാണ് രാജാവിന് വസ്ത്രം അങ്ങനെ? ഞാനും ഒരു നെയ്ത്തുകാരനാണ്. ആണോ, രാജാവിന് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അല്ല, ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ പിറന്നാളാണ്, അവൾക്ക് രാജധാനി അരമനയിലാണ്, അതായത് കൊട്ടാരത്തിലാണ് ജോലി. അപ്പോൾ അവളുടെ പിറന്നാളിന് ഞാൻ ഒരു ഡ്രസ്സ് അവൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് ഈ വയസ്സായ ആൾ പറയും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയും ഞാൻ രാജാവിൻ്റെ ഭാര്യ ഇങ്ങനെ മരിച്ചിട്ട് അവരെ ഉടുപ്പിക്കാനുള്ള ഡ്രസ്സാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല അതിനു വേണ്ടി കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ച് നെയ്യും. അപ്പം നിങ്ങളുടെ ഡ്രസ്സൊന്ന് കാണട്ടെ എന്ന് പറയും. അപ്പോൾ വയസ്സായ ആള് പേരക്കുട്ടിക്ക് വേണ്ടി നെയ്ത ഡ്രസ്സ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ചെറുപ്പക്കാരൻ്റെ ഡ്രസ്സ് കാണിച്ചും കൊടുക്കും. അതാണ് ഞാൻ രാജാവിന് കൊടുക്കാനുള്ള ഡ്രസ്സ് എന്നും. അപ്പോൾ അവിടെ അത് കണ്ടപ്പോൾ വയസ്സായ ആൾ പറയും നല്ല ഡ്രസ്സ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇത് രാജാവിന് ഇഷ്ടപ്പെടും പോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നു അയ്യോ അങ്ങനെയല്ല, കാരണം വരെ നിങ്ങൾ ചെയ്ത ഈ ഡ്രസ്സില്ലേ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതിനേക്കാളും അതാണ് നല്ലത്, നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ഈ ഡ്രസ്സ് എനിക്ക് തന്നിട്ട് ഞാൻ നെയ്ത ഡ്രസ്സ് നിങ്ങളുടെ പേരക്കുട്ടിക്ക് കൊടുക്കും, ഇത് എനിക്ക് തരുമെന്ന്. അയ്യോ അത് വേണ്ട മോനെ, നീ നെയ്ത ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, അപ്പം അതിന് മതി നിനക്ക്, എന്താ നിനക്ക് ഇത്ര വിശ്വാസക്കുറവ്, നല്ല ഡ്രസ്സാണ്, നീ അതെടുത്തോളൂ. പക്ഷെ ഈ ചെറുപ്പക്കാരൻ കേൾക്കുകയില്ല. ചെറുപ്പക്കാരൻ പറയും അല്ല അല്ല, കാരണം അവരെ നിങ്ങളുടെ ആ ഡ്രസ്സ് എനിക്ക് തരൂ പ്ലീസ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, എനിക്ക് സമ്മാനം കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട് കേൾക്കാണ്ടായി. ഇപ്പോൾ ഈ വയസ്സായ കാരണവർ ഈ ഡ്രസ്സ് കൊടുത്തു, ആ മറ്റേ ചെറുപ്പക്കാരൻ നെയ്ത ഡ്രസ്സ് ആളും കൊണ്ടുപോയി. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ കൊണ്ടുപോയിട്ട് രാജാവിന് എല്ലാവരും സമ്മാനിക്കുമല്ലോ ഡ്രസ്സ്, എല്ലാവരും കുറേ പേര് വന്നിട്ട് രാജാവിന് ഡ്രസ്സൊക്കെ കാണിക്കും. അപ്പോൾ അതിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഡ്രസ്സ് രാജാവിന് ഇഷ്ടപ്പെട്ടു. ഈ കാരണവനടുത്ത് മേടിച്ച ഡ്രസ്സ്, വയസ്സാലിനടുത്ത് മേടിച്ച ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന ഡ്രസ്സ് രാജാവിന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രാജാവ് അത് മേടിച്ചിട്ട് പറഞ്ഞു ഈ ചെറുപ്പക്കാരന് സമ്മാനം കൊടുക്കാനുള്ളതൊക്കെ കൊണ്ടുവരുക പറഞ്ഞു. ഈ നാളികേരപ്പാലും കൂടി കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചു, ഇനി ഇത് തിളക്കട്ടെ. അപ്പോൾ ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള പാരിതോഷികം വരട്ടെ എന്ന് പറയും. അപ്പോൾ ആ പാരിതോഷികം കൊണ്ട് ഒരു പെൺകുട്ടി കടന്നു വരും. ആ പെൺകുട്ടി കടന്നു വരുമ്പോൾ പെൺകുട്ടി അടക്കാണോ പാരിതോഷികമായിട്ട് ചെറുപ്പക്കാരന് കൊടുക്കുന്നത്? ഈ കായം കൂടി ഇട്ട് കൊടുക്കാം അതോ ഈ പൊന്നും പൊരുളും മാത്രം? കായം, വറുത്ത കായം പൊടിച്ചതാണ്. പെൺകുട്ടിയും പാരിതോഷികവും രണ്ടും കൂടെ അയാൾക്ക് കൊടുക്കുകയാണോ? അതായത് ചോദ്യമില്ല. അപ്പൊ ഈ ഇതിലെ പണിയാൻ എന്താ അറിയും, ലാസ്റ്റ് വറുത്ത കായം പൊടിച്ചു വെച്ചതാണ്, അത് ഇതിൽ ഇട്ട് കൊടുത്തു. നാളികേരപ്പാൽ വറുത്ത് പൊടിച്ചു വെച്ച കായാണ് അത് ഇട്ട് കൊടുത്തു. അപ്പോ രാജാവ് അതിന് സമ്മാനം കൊണ്ടുവരട്ടെ. ഈ പെൺകുട്ടി അവിടെ ജോലിക്ക് നിൽക്കുകയാണ് ഒരു കുട്ടി. ആ കുട്ടി ഇതുകൊണ്ട് വരികയാണ്. അപ്പൊ ഈ പാരിതോഷികം കയ്യിൽ പിടിച്ചിട്ട് വരുമ്പോ അവിടെ കൂടി നിൽക്കുന്ന എല്ലാ ആൾക്കാരും നോക്കുന്നത് എവിടേക്കാണ് ഈ പാരിതോഷികം. അയ്യോ എന്തൊക്കെ, എത്ര പൈസ, എത്ര സ്വർണ്ണ നാണയം, ആ തളികയിൽ എന്തൊക്കെയാണുള്ളത് അല്ലേ, ഭാഗ്യം ചെയ്തവർ എന്ന് പറഞ്ഞിട്ട് ആ തളികയിലേക്ക് എല്ലാവരും നോക്കുന്നത്. അതേപോലെ ഈ ചെറുപ്പക്കാരനെ നോക്കുന്നത് ആ തളികയിലേക്കാണ് അവരുടെ കണ്ണ്. കാരണം ഇത്രയൊക്കെ എനിക്ക് കിട്ടിയല്ലോ, എൻ്റെ ആഗ്രഹം പോലെ നടന്നല്ലോ എന്നുള്ള തോന്നുന്നത്. അങ്ങനെ ഈ ആ ചെറുപ്പക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ രാജാവ് പറയും നിർത്തുക പറയും. അപ്പൊ എല്ലാവരും നോക്കും ഇതെന്താ അത്. അപ്പൊ രാജാവ് പറയണം അതെ ഈ പെൺകുട്ടി ഈ കുട്ടിയുടെ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ ഡ്രസ്സ് ആരാണ് നെയ്തത്? അപ്പൊ ഈ മുത്തശ്ശന്റെ പേരക്കുട്ടിയാണ്, മനസ്സിലായി, അത് ഈ ചെറുപ്പക്കാരൻ നെയ്ത ഡ്രസ്സാണ്. മനസ്സിലായി. ആ കുട്ടി അവിടെ ജോലി ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അന്ന് ആ കുട്ടിയുടെ പിറന്നാളായത് കാരണം ഇട്ടിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവൻ നോക്കുമ്പോ ഇവൻ നെയ്ത ഡ്രസ്സ്, ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒന്നും വേണ്ടാണ്ട് നിൽക്കുക. അപ്പൊ ആരാണിത് നെയ്തതെന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശൻ എനിക്ക് പ്രസന്റ് ചെയ്തതാണ് ആളാണ്. മുത്തശ്ശനെ വരുത്തു. മുത്തശ്ശനെ വരുത്തി ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇത് ഞാൻ നെയ്തതല്ല, ഈ ചെറുപ്പക്കാരനാണ് ഇത്. ഈ ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന ഡ്രസ്സ് ഞാൻ ഇങ്ങനെയാണ് കാര്യമൊക്കെ പറയും. അപ്പോൾ രാജാവ് എന്തായാലും ആ ചെറുപ്പക്കാരൻ നെയ്ത ഡ്രസ്സാണെന്ന് കൊണ്ട് ചെറുപ്പക്കാരൻ തന്നെ പാരിതോഷികം കൊടുത്തു. പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ ചെറുപ്പക്കാരന് തന്നിൽ തന്നെ ഒരു വിശ്വാസമില്ല, ചഞ്ചലത. ഏറ്റവും നല്ല ഡ്രസ്സ് ചെറുപ്പക്കാരൻ്റെ ഡ്രസ്സ് തന്നെയായിരുന്നു. ഡ്രസ്സ് ചെറുപ്പക്കാരൻ ബുദ്ധിമുട്ടി നെയ്തിട്ട് പോലും അവന്റെ മനസ്സിന് അവന് തന്നെ ഒരു വിശ്വാസമില്ല അവന്റെ കഴിവില്. മറ്റുള്ളവരുടെ കണ്ടിട്ട് ആഗ്രഹിക്കുകയാണ്, അയ്യോ
അതാണ് നല്ലത്, ആ ഡ്രസ്സാണ് നല്ലത്. അത്രയ്ക്ക് അവർ നെയ്ത പോലത്തെ ഡ്രസ്സ് എന്നെ കൊണ്ട് നെയ്യാൻ പറ്റില്ല. ചഞ്ചല മനോഭാവം. അപ്പൊ ഈ കാരണവർ നല്ല ഒരു മനുഷ്യനായത് കാരണം ഇത് ഞാൻ നെയ്തതല്ല, ഈ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് അവന് പാരിതോഷികം കിട്ടി. പക്ഷേ എല്ലാവരും അതുപോലെ നല്ലവരായിരിക്കുമോ? അപ്പൊ നമ്മുടെ പരിശ്രമം അവിടെ വ്യക്തമായി പോവല്ലേ. അപ്പൊ അതാണ് ചഞ്ചലത, നമ്മൾ വിശ്വസിക്കാണ്ടിരിക്കുക. എന്താ മനസ്സിലായി? ഇതുകൊണ്ട് മനസ്സിലായത് നമ്മൾ മറ്റുള്ളവരെ അനുകരിച്ച് ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കേണ്ട ആ രീതിയിൽ നമ്മൾ ജീവിക്കാന്നുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കോപ്പി അടിച്ച് ഒരാളുടെ പിന്നാലെ പോകരുത്. നമുക്ക് നമ്മുടെ ആയ ഒരു യുക്തിയും ബുദ്ധിയും മനസ്സും ഉള്ള സ്ഥിതിക്ക് നമ്മളിൽ നമുക്ക് വിശ്വാസവും അർപ്പണാബോധവും വേണം. നമ്മളിലും കഴിവുണ്ട്, നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്, അപ്പുറത്ത് അക്കരെ കാണുന്നതാണ് പച്ച എന്നുള്ള ചിന്ത, ആ മനോഭാവം മനസ്സിൽ നിന്ന് മാറ്റി കളയണം. കാരണം അവനവനുള്ളൊരു കഴിവുണ്ട്, അതിന് അവനവൻ ആദ്യം വിശ്വസിക്കണം. അവനവനുള്ളൊരു അചഞ്ചലമായൊരു വിശ്വാസം ഉണ്ടാവണം. ഞാനാണ്, എനിക്കെന്തൊക്കെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അപ്പൊ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ള ചിന്ത അവനവൻ ആദ്യം മാറ്റണം. മിക്കവാറും ആൾക്കാരെന്തറിയോ, എന്തിനും ചഞ്ചല മനോഭാവമാണ്. എന്നെക്കാട്ടിലും അവൻ മികച്ചതാണോ, അവനെക്കാട്ടിലും ഞാൻ എന്തിനേലും കുറഞ്ഞതാണോ, കരുവേപ്പില എന്നുള്ള ചിന്തയും കൊണ്ട് അവനവൻ്റെ കഴിവുകൾ അവനവൻ മറന്നു പോവുകയാണ്. ഓരോരുത്തർക്കും അവൻ്റെ ആയ കഴിവുണ്ടെന്നുള്ളത് സത്യമായിട്ടും മറന്നു പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാരി എടുക്കുകയാണെങ്കിലും ഒരു സംഭവം ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസ കുറവ്, നമ്മൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ നമ്മൾ ആദ്യം മാറ്റണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാം തികഞ്ഞവരാണെന്ന ചിന്തയാണ് ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത്. നമുക്ക് ആരെങ്കിലും കുറവുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അവൻ്റെ കാഴ്ചയുടെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടുള്ളൂ. നമുക്ക് കുറവില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് മുന്നോട്ട് നടക്കാനുള്ള ഊർജം പകർന്നു തരിക. ആ ഊർജ്ജമാണ് ജീവിതത്തിൻ്റെ വെളിച്ചമാവുക. കാരണം നമുക്ക് അങ്ങനെ ഒരു കുറവൊന്നുമില്ല, നമുക്ക് എന്തും സാധിക്കുന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ മുന്നേറ്റങ്ങളും നമുക്കൊരു ഊർജ്ജം ഉണ്ടാവും. അതിൻ്റെ പകരം പറയാണ്, ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ് അത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇത് കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ആ ചഞ്ചല മനോഭാവം, ആ മനസ്സ് ഒരിക്കലും മാറാണെന്ന്, ഒരിക്കലും പുരോഗതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. മനുഷ്യന് എന്നും തെളിച്ചമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ വെളിച്ചമുള്ളൊരു വഴി തെളിയുകയുള്ളൂ. അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. അമ്മ രാജാക്കന്മാരുടെ കഥ തന്നെ പറഞ്ഞാൽ മതി. താങ്ക് യു. ഞാൻ അവരുടെ അവർ പറയൂ കേട്ടോ ആ മെസ്സേജിലൂടെ എൻ്റെ പകരം. ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ കറി അതോടെ ആയി. കണ്ടില്ലേ, ഇതാണ് ചക്കക്കുരു വെണ്ടയ്ക്കും കൂടിയുള്ള കറി. കണ്ട ഇത്രയും ചാറ് ഒരു പുള്ളിയുടെ മണം, പുളി എല്ലാം. നമ്മളിപ്പോ മീൻകറിയൊക്കെ കൂട്ടുന്നവര് നമുക്ക് ഫീല്, അതായത് മീൻകറി കൂട്ടാത്ത ഒരു സമയമൊക്കെ അല്ലേ, ഇത് മീനാണ് എന്ന് തോന്നും. അതുപോലെ ഈ ചക്കക്കുരു, ഇതിലിട്ട ചക്കക്കുരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം, നല്ല ചൂടായിട്ട് ഒരു പപ്പടമൊക്കെ ഇഞ്ചി ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം. അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. വേണമെങ്കിൽ മോരൊക്കെ കൂട്ടി കഴിച്ചാലും അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. മോരിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, എന്നാലും അതൊരു രസമാണ്. അതൊക്കെ ഞാൻ കുഴച്ച് കറി വെച്ച ഒരു മോരൊക്കെ വേണം. അപ്പൊ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പയറുപ്പേരി, ഈ കറി പയറുപ്പേരി, പിന്നെ പപ്പടം നെച്ചറ, അച്ചാറ് ഇതൊക്കെ കൂട്ടി നിങ്ങൾക്ക് ചോറ് തരാം. വിളിച്ചില്ല എന്ന് പറയരുത്, ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.